അടുത്തേക്ക് കൊണ്ടുവരാനുള്ള മാർഗ്ഗമാണിത്. കണ്ടല്ലോ. വരെ ജോസിയൻ ഗ്രീൻ വ്ലോഗ് സ്വാഗതം. പ്രകൃതി തേനീച്ച കൊടുത്ത് പറന്ന് വരികയായിരുന്നു. പറന്നു വന്നപ്പോൾ അത് നമ്മളെ ആകർഷിക്കാൻ വേണ്ടി ആ തേനീച്ച കൂടിനെ നമ്മൾ ഈ ഒരു കമ്പിയിൽ വേറൊരു ഭാഗത്തുകൊണ്ട് കൊട്ടിയപ്പോൾ അത് തേനീച്ച നമ്മുടെ കൈ അരുകത്ത് വരികയാണ് മാവിൻ്റെ കമ്പിയിൽ. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ വേറൊരു കൂട്ടിൽ നിന്ന് നല്ലൊരു അടയെടുത്തിട്ട് ഇതിന് ചേർത്ത് വെക്കുകയാണ്. ഭയങ്കര ഒരു സെറ്റാണ്. ഉണ്ടോ? അങ്ങോട്ട് ചേർത്ത് വെക്കുന്നു. ഈച്ചകൾ അങ്ങ് കയറിക്കോളും. അതിനു മുമ്പേ റാണിയെ പിടിച്ചായിരുന്നു കേട്ടോ. അതിനു മുമ്പേ റാണിയെ എനിക്ക് കിട്ടിയായിരുന്നു. ജസ്റ്റ് റാണി കേജിൽ വെച്ചു. എന്നിട്ടാണ് ഇവനെ ഈച്ചകളെ എടുക്കുന്നത്. ഈച്ചകളെ എടുത്ത് നമ്മുടെ കൂട്ടിലേക്ക് അതിൻ്റെ കൂട്ടിലേക്ക് ഒരു അടയും കൂട്ടിത്താണ് കൊടുക്കുന്നു. അതിൻ്റെ റാണി ആ കേജിലുണ്ട്. റാണി നമ്മൾ നേരത്തെ പോയി ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴേ കാണും. റാണി ഇങ്ങനെ പൊങ്ങി ഇരിക്കും ഈച്ചകളുടെ മുകളിൽ. അപ്പോൾ അതിൻ്റെ റാണിയെ പിടിച്ച് കേജിലാക്കി. റാണി എപ്പോഴും മുഴുവനായിട്ട് ഉണ്ട്. റാണി കാണാമല്ലോ. എപ്പോഴും കേജിൽ അങ്ങനെ വെക്കരുത്. റാണി അതിൻ്റെ അത് കൂടുതൽ ഇറക്കണം. ഈച്ചയെ കുറച്ചുകൂടി നമ്മൾ കയറ്റാൻ വേണ്ടി മുകളിലോട്ട് വെക്കുകയാണ്. നമുക്ക് മുകളിലോട്ട് വെക്കാൻ പറ്റത്തില്ല, താഴെ പോവും. കുറേ ഈച്ചകളെ അങ്ങോട്ട് ആകർഷിക്കാൻ പറ്റും. കണ്ടോ? പെട്ടിയോടെ ചേർത്ത് അങ്ങോട്ട് അടുപ്പിച്ച് വെക്കുന്നേ ഉള്ളൂ. ഒരു മാവിൻ്റെ കൊമ്പാണ്. ഏണി ഉപയോഗിച്ച് കയറുന്നു. ഈച്ചകളെല്ലാം കുറച്ച് കയറുന്നുണ്ട്. നമ്മൾ കുറച്ച് ഈച്ചകളെ നമ്മൾ ഒരു കൈ കൊണ്ട് വാരി ഇടുന്നുണ്ട്. ഉണ്ടോ? ഇടിക്കൊന്നും വേണ്ട, വാരി ഇടുന്നു കൂട്ടിലേക്ക്. ഭയങ്കര സെറ്റാണ്. അപ്പോൾ അതിനെ കളയാൻ പറ്റത്തില്ല. അത് നമ്മുടെ കൂട്ടിൽ തന്നെ ചാടിപ്പോയതാണ്. അപ്പോൾ നമ്മൾ അധികം ദൂരോട്ട് പോയില്ല. നമ്മുടെ മാവിൻ കൊമ്പിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവനെ നമ്മൾ അകത്തോട്ട് കയറ്റിയിടുന്നുണ്ടോ? അതുകൊണ്ട് വാരി ഇടുന്നു. ഒരു പ്രശ്നമില്ല. വാരിയിട്ടിട്ട് നമ്മൾ പതുക്കെ താഴോട്ട് ഇറക്കുന്നു. ഇറക്കിയ ശേഷം നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ വെക്കുന്നു. പാട്ടി സ്റ്റാൻഡ് അതിൻ്റെ അടുത്ത് തന്നെ സ്റ്റാൻഡ് വെച്ച ശേഷം റാണിയെ കൂടെ നമ്മൾ സ്റ്റാൻഡ് എടുത്ത് അങ്ങോട്ട് വെക്കുന്നു. എന്നിട്ട് റാണിയെ നമ്മൾ ഇറക്കി വിടുകയാണ്. റാണി എപ്പോഴും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. കണ്ടോ? റാണിയെ നമ്മൾ ആ കേജിൽ നിന്ന് ഇറക്കി വിടുകയാണ്. റാണിക്ക് സ്വാതന്ത്ര്യം വേണം. നല്ല ചൂട് പിടിച്ചൊക്കെ ചത്തു പോവും. അതുകൊണ്ട് തന്നെ ഇറക്കി വിടുകയാണ്. മറ്റ് ഈച്ചകളെല്ലാം ഓടിങ്ങി പോരും. കണ്ടോ? ഈച്ചകളെല്ലാം പറന്നിങ്ങി പോരുകയാണ്. കണ്ടല്ലോ? അതെല്ലാം കയറി അകത്തോട്ട് കയറി ബാക്കി ഈച്ചകളും അവിടെ നിന്ന് മുകളിൽ നിന്ന് നീങ്ങി പോരും. അതോടെ പോരും. ഈച്ച റാണി ഉള്ളപ്പോൾ ഈച്ചകളെല്ലാം അതിൻ്റെ അകത്തോട്ട് കയറും. എന്നിട്ട് ഈ കൂടിനെ നമ്മളൊരു മണ്ണിൽ നിന്നാണ് എടുത്തിരുന്നത്. മണ്ണിൽ തന്നെ വെക്കുകയാണ്. അത് മണ്ണിലായിരുന്നു ഇരുന്നത്. മണ്ണിലോട്ട് തന്നെ നമ്മൾ അവനെ ഇറക്കി വെക്കുകയാണ്. പെട്ടിയോടെ ഇച്ചിരി കുഴി ഒഴിച്ച്. പരീക്ഷണാർത്ഥമാണ്. ഇതുപോലെ വേറൊരു കൂടും ഉണ്ട് ഇങ്ങനെ. അപ്പോൾ അത് നന്നായിട്ട് നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ മണ്ണൊക്കെ മാറ്റി നമ്മളൊരു പെട്ടി വെക്കാവുന്ന രീതിയിൽ നമ്മൾ ഇറക്കുന്നു. കണ്ടല്ലോ? ഇനി നമ്മൾ പെട്ടി അങ്ങോട്ട് താഴോട്ട് ഇറക്കി വെക്കുന്നു. നമ്മളവിടെ ഒരു ചെറുതിനെ സ്റ്റാൻഡ് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലും ഉണ്ടായിരുന്നു. സാരമില്ല, നമ്മൾ താഴോട്ട് ഇറക്കുന്നു. അടിയിലൊരു പ്ലാസ്റ്റിക് കൂടി വെച്ചിരുന്നു, കാരണം ചതുരം നരിക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മളതിനെ വെക്കുന്നു. മുകളിൽ നമ്മൾ ഓട് വെക്കുന്നു, തണുപ്പ് കിട്ടാൻ വേണ്ടി. ഓട് വെച്ച് കവർ ചെയ്ത് നമ്മൾ മുകളിൽ മണ്ണൂടെ മൂടും. അപ്പം പിന്നെ നല്ല തണുപ്പ് കിട്ടും. ഈ AC കാലം താഴെ ഒരു കിരുത്തൊക്കെ ഇരിക്കുന്നു. ആ അടിയിൽ കണ്ട കലവാൻ കൊണ്ട് കിരുത്ത് ഇരിക്കുന്നു. ആ കിരുത്ത വഴി തേനീച്ചകൾ ഇറങ്ങി വരും. അപ്പോൾ അവിടെ ഇരുന്നോളും, കുഴപ്പമില്ലാതെ ഇരുന്നോളും. കണ്ടല്ലോ? ബാക്കി വിടവുകളെല്ലാം നമ്മൾ അടച്ച് എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ വിടവുകളൊക്കെ അടച്ചിട്ട് നമ്മൾ മണ്ണൂടെ ഇടുന്നു. മണ്ണൂടെ ഇട്ട് ഓടൊക്കെ വെച്ച് നല്ലോണം പണമുണ്ട്. ബാക്കി മണ്ണ് വിട്ട് നമ്മൾ മൂടുന്നു. ഇത് പരീക്ഷണാർത്ഥം ചെയ്യുന്നതാണ്. വേറെ ഒരെണ്ണം ചെയ്തിരുന്നു, അത് നല്ല വിജയമാണ്.
മണ്ണിൽ നമുക്ക് കൂട് വെച്ചാൽ അധികം ഈ രോഗങ്ങളുണ്ടാകത്തില്ല, ഈ മെഴുക് പുഴു അങ്ങനെയുള്ളതൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പോലെ നല്ല കൂളിംഗ് ആയിട്ട് അവിടെ ഇരുന്നോളും. ഇതൊരു കരിഞ്ഞൊടിയും കൂടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും തുറന്നു വെക്കാനൊന്നും ആവശ്യമില്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓട് മാറ്റിയാൽ മതി. ഉണ്ടോ, അതെല്ലാം നിലവിലാക്കി ഓക്കെ ആയി. ഇനിയിപ്പം തേനീച്ചകൾ അതൊക്കെ അവരുടെ സ്വാഭാവികമായ പൊത്തുവഴി ഇറങ്ങി വരും. കണ്ടോ, അത് മുകളിൽ ഓലയൊക്കെ ഇട്ടു തണുപ്പുണ്ടാകാൻ വേണ്ടി ഉണ്ട്. അതുവഴി ഈച്ചകൾ